വെൽക്കം ബാക്ക് ടു സെബീസ് ഫ്ലേവേഴ്സ്. നല്ല ടേസ്റ്റിയും സ്പൈസിയുമായ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്, സ്റ്റഫ്ഡ് ബ്രെഡ് ടോസ്റ്റ്. ഇതിനു വേണ്ടി ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഈ ചൂടായ എണ്ണയിലേക്ക് 1.5 ടീസ്പൂൺ വീതം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് 2 സവാള പാകത്തിന് ഉപ്പ് ചേർത്ത് ഈ സവാള സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിളക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് പിച്ചിയെടുത്ത ബീഫ് 200 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫിനെ കൂടെ ഒന്ന് നന്നായി ഇളക്കി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ബീഫ് വേവിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ബീഫ് ലുക്മിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനെ ഒന്ന് ആവിയായിട്ട് എടുക്കാം. അതിനു വേണ്ടി ഒരു ആവി പാത്രത്തിൽ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് മൈദ വെച്ചിട്ട് ഒരു ഗമ്മ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ ബൗളിൽ 2-3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയിൽ കലക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ടിയിൽ കലക്കിയെടുക്കണം, ലൂസാവരുത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഈ മൈദ ഗമ്മ് ഇതുപോലെ ഒന്ന് ബ്രെഡിൻ്റെ അരികിലൊക്കെ പുരട്ടി കൊടുക്കാം. ഈ ബ്രെഡ് നമ്മൾ ആവിക്ക് വെച്ച് സോഫ്റ്റാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അരിക് കളയെ പരത്തിയെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് നമ്മുടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് തീരെ പുറത്ത് വരില്ല. ഇതുപോലെ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കുക. ഇനി ഒരു ബൗളിൽ 3 മുട്ട ഉപ്പ് ചേർത്ത് ഒന്ന് കലക്കിയെടുക്കണം. ഒരു പാനിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ബ്രെഡ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കി നെയ്യിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭാഗം റെഡി ആയതിനു ശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.